ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ജീവിതചര്യ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യണം. നമ്മൾ ഒരുപാട് ഓരോ ദിവസവും മലിനമായിട്ടുള്ളതാണ് നമ്മൾ ശ്വസിക്കുന്നത്, കുടിക്കുന്നത്, കഴിക്കുന്നത് എല്ലാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയണതാണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഓരോന്നും നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ചേരുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വണ്ടി നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അത് കൊണ്ട് നടക്കുന്നത്, അതുപോലെ തന്നെ അതിനേക്കാൾ എന്താ പറയുക, ശ്രദ്ധയോടുകൂടി നമ്മൾ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ കേട്ടോ. നമ്മൾ എന്താ പറയുക, കാലത്ത് എപ്പോൾ എണീക്കുകയാണെങ്കിലും അതൊരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് എടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ സ്വസ്ഥമായി ഇരുന്നിട്ട് ബ്രീത്ത് എടുക്കുക. ശ്വസനത്തിലൂടെ നമുക്കൊരുപാട് മലിനമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷവസ്തുക്കളെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് കിട്ടുന്ന ചെറിയ എനിക്കറിയുന്ന അറിവുകളാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ പറയണത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മളുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനായാലും ശരീരത്തിൻ്റെ ഹെൽത്തിനായാലും നമ്മുടെ മനസ്സിൻ്റെ ഹെൽത്തിനായാലും. ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ടെൻഷനാണല്ലേ, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അനുഭവിക്കുന്ന എന്താ പറയുക, ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾക്ക് എന്തും, ഇപ്പോൾ നമ്മൾ കുട്ടികളെ ആയാലും പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എന്തും നേരിടാനുള്ള ഒരു ശക്തി അത് നമ്മൾ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അത് ആർജിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുമില്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനാണ് നമുക്ക് കുട്ടികളെ ആദ്യം പരിശീലിപ്പിക്കേണ്ടത്. കാരണം അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ തയ്യാറാവണമെന്നില്ല. പക്ഷേ നമ്മളത് പതുക്കെ അവരെ ചെറുപ്പം മുതൽ അവരെ അത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഏതൊരു കാര്യമായാലും ശീലിച്ചാൽ അത് പിന്നെ മാറ്റില്ല അല്ലേ. ഇപ്പോൾ ഞാനെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു അലാറും വേണ്ട കേട്ടോ. ഒരു 4 മണിയാകുമ്പോൾ ഞാൻ എണീക്കും. 4 മണിയാകുമ്പോൾ എണീറ്റ് ഒരു 4:30 ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ എണീക്കും. അപ്പോൾ ഞാൻ അലാറം വെച്ചിട്ടൊന്നും അല്ല എണീക്കണത്. എത്ര നേരം വൈകി കിടന്നാലും നമ്മൾ ആ സമയത്ത് എണീറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ അതുപോലെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിഷ്ഠ അതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഭക്ഷണം ഒരു 3 മണിക്കൂർ ഉറങ്ങണതിൻ്റെ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ഫോൺ നോക്കാതെ ഭക്ഷണം കഴിക്കണം. അതൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി അതൊക്കെ പ്രാബല്യത്തിൽ ആക്കുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ഒറ്റയടിക്ക് ഇപ്പോൾ മാറ്റാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാനൊന്നും എൻ്റെ സാഹചര്യം മൂലം എനിക്ക് പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനായിട്ട് നമ്മൾ അതിന് സമയം കൊടുക്കണം. അപ്പോൾ നമുക്കതിന് ഒരുപാട് സപ്ലിമെൻസുകളുണ്ട്. സപ്ലിമെൻറ്റ്സ് ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ 2026 എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഒരു വർഷങ്ങളായി മാറട്ടെ വരുന്ന വർഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കണം. അതുപോലെ തന്നെ സപ്ലിമെൻറ്റുകൾ നമ്മൾ ശീലമാക്കണം. അപ്പോൾ ശീലമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യം പ്രാധാന്യം കൊടുക്കുക, മുൻതൂക്കം കൊടുക്കുക. ആരോഗ്യം ഉണ്ടെങ്കിലേ എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. ഓക്കെ.